എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്വീഡൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക്ഹോമിലാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോമിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനു മുൻപ് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൻ്റെ കാഴ്ചകളുടെ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സ്വീഡൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ അതിസമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഒരു സ്കാൻഡിനേവിയൻ രാജ്യം കൂടിയാണ് സ്വീഡൻ. വെനീസ് ഓഫ് നോർത്ത് എന്നറിയപ്പെടുന്ന സിറ്റികളിൽ ഒന്നാണ് സ്വീഡൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക്ഹോം. ഏകദേശം 14 ദ്വീപുകളിലായാണ് സ്റ്റോക്ക്ഹോം നിർമ്മിച്ചിരിക്കുന്നത്. സ്വീഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ് സ്വീഡൻ. കാണാനൊക്കെ വളരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കെട്ടിടങ്ങളായാലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും വളരെ ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഒരുപാട് ഇവിടെ കാണാൻ പറ്റും. യൂറോപ്പിലെ ഏറ്റവും അധികം മെഡിക്കൽ ലീവ് ലഭിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സ്വീഡൻ. എന്നാൽ ഇതിവിടെ ആരും പാഴാക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ 1.25 വർഷത്തിലധികമാണ് മാതാപിതാക്കൾക്ക് ആനുകൂല്യങ്ങളോട് കൂടിയ ലീവ് ലഭിക്കുന്നത്. വലിയ സമ്പന്നമായ രാജ്യമായതുകൊണ്ട് തന്നെ വലിയ വരുമാനക്കാർക്ക് ഇവിടെ 30% നികുതി നൽകേണ്ടത്. അതുപോലെ ഭക്ഷണ വസ്തുക്കൾക്ക് ഒഴികെ 25% വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ധനം, മദ്യം, കാർ എന്നിവയ്ക്കും വൻ നികുതിയാണ് ഇവിടെ ഈടാക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു രാജ്യം കൂടിയാണ് സ്വീഡൻ. നമ്മൾ കാണുമ്പോൾ വളരെ നീറ്റാണ്, എല്ലാവിടെയും വളരെ ക്ലിയറാണ്. അതുപോലെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ്, പക്കയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1940 മുതൽ ഇവിടുത്തെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വാഹന നിർമ്മാതാക്കളിൽ ഒന്നായിട്ടുള്ള വോൾവോ സ്വീഡനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ 5ാമത്തെ ഏറ്റവും വലിയ രാജ്യം കൂടിയാണ് സ്വീഡൻ. അതുപോലെ തന്നെ സ്വീഡൻ്റെ പോപ്പുലേഷൻ ഏകദേശം 10 മില്യൺ. സ്വീഡനിലെ ഔദ്യോഗിക നിറമായിട്ടുള്ളത് നീലയും മഞ്ഞയുമാണ്. അത് തന്നെയാണ് അവരുടെ കൊടിക്കും അവർ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്വീഡനെക്കുറിച്ച് പൊതുവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ സ്വീഡൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് പോയി. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. Kind of sweet and a veg. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഭക്ഷണമൊക്കെ വളരെ നന്നായിരുന്നു. അപ്പോൾ സ്വീഡൻ്റെ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.